ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ഹെപ്പറ്റൈറ്റിസ് ബി അസുഖത്തെ പറ്റിയാണ്. അപ്പം പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലുകളിൽ വന്നു കഴിയുമ്പം ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് പുറത്തേക്ക് പോകുന്ന ആൾക്കാർ, ഇപ്പം ജർമ്മനിയിലൊക്കെ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ നിർബന്ധം എടുക്കണം. പ്രത്യേകിച്ച് മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ പ്രൊഫഷനിലേക്ക് പോകുന്നവർ നിർബന്ധമായിട്ടും വാക്സിൻ എടുക്കേണ്ടതാണ്, അവർ എടുക്കാറുമുണ്ട്. അപ്പം ഞാൻ ഹെപ്പറ്റൈറ്റിസ് ബി എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നു, അതിൻ്റെ ആവശ്യകത, വാക്സിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാലാ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ നമുക്കറിയാം, നമ്മളെ കുഞ്ഞുനാളിൽ അപ്പോൾ ഒരു 1.5 മാസം അല്ലെങ്കിൽ 2.5 മാസം 3.5 മാസത്തിലൊക്കെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കാറുണ്ട്, 1 മാസം ഗ്യാപ്പിൽ. അത് നമ്മൾ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നതാണ്. അപ്പം ഗവൺമെൻറ് നിർബന്ധമായിട്ടും, പണ്ട് അങ്ങനെ നിർബന്ധമില്ല, ഇപ്പോൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഓറൽ പോളിയോ അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ DPT, അതുകൂടെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻസ് 1.5 മാസം 2.5 മാസം 3 മാസം 1 മാസം ഗ്യാപ്പിൽ ഇങ്ങനെ 3 ഡോസ് എടുക്കും. പക്ഷെ നമ്മൾ മുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ അതുകൊണ്ട് നമുക്കൊരു രോഗം വന്ന്, കിഡ്നി പേഷ്യൻ്റാണ്, ലിവർ പേഷ്യൻ്റാണ്, ലിവറിനൊക്കെ സിറോസുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഹാർട്ടിനൊക്കെ പ്രശ്നം, നിരന്തരമായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിഷൻസ് വരുന്നുണ്ട്. ശ്വാസമുള്ളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സൂചി എപ്പോഴും ബ്ലഡ് എടുക്കാനും ഇഞ്ചക്ഷൻസ് എടുക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സിറിഞ്ചും സൂചിയായിട്ട് നിരന്തരമായിട്ട് ബന്ധം വരുന്നുണ്ട്. നമ്മൾ ഈ വാക്സിൻ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ. അതുകൂടാതെ മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ ആ പ്രൊഫഷനിലേക്ക് പോകുന്നവർക്ക് എപ്പോഴും നമ്മൾ ബ്ലഡുമായിട്ടൊരു നിരന്തരമായിട്ട് സമ്പർക്കം വരുന്നുണ്ട്. അപ്പോൾ സൂചി കൊണ്ട് കുത്തു കിട്ടാനും പ്രിക്ക് കിട്ടാനൊക്കെ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയെ ഒരു രോഗി നമ്മൾ അറിയണമെന്നില്ല, നമ്മളൊന്ന് ചിലപ്പോൾ നോക്കുന്ന പറയാൻ കണ്ടുപിടിക്കുന്നത് ലേറ്റായിട്ടായിരിക്കും. നമ്മൾ പേഷ്യൻ്റ് ലൈൻ ഇടും, ട്രിപ്പ് ഇടാൻ വേണ്ടി, അല്ലെങ്കിൽ ബ്ലഡ് എടുക്കും, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അബദ്ധ വെച്ചാൽ ആനയുടെ നമ്മുടെ കയ്യിലോ ദേഹത്തെ എവിടെയെങ്കിലും കുത്താനൊക്കെ ചാൻസ് ഉണ്ട്. ഒരു പ്രിക്കയുടെ ചിലപ്പോൾ ചെറിയൊരു ബ്ലഡിൻ്റെ അംശമായിരിക്കും നമ്മുടെ ശരീരത്തിൽ പ്രവേശനം, അത് മതി നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറൽ ഇൻഫെക്ഷൻ ഹെപ്പറ്റൈറ്റിസ് സി ആയിട്ട് നോക്കിയാൽ പോലും അതാണ് കൂടുതലായിട്ട് നമുക്ക് ഡെഡ്ലി ആയിട്ടുള്ള. ഹെപ്പറ്റൈറ്റിസ് ബി നമുക്കറിയാം, പിന്നീട് ഹെപ്പറ്റൈറ്റിസ് ബി അസുഖം ലിവർ സിറോസ് ഉണ്ടാക്കും, പിന്നെ ലിവർ ക്യാൻസർ വരെ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ നമ്മൾ വാക്സിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടും. നമ്മൾ ഇനിഷ്യൽ ഡോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുനാളെ എടുത്തുകൊണ്ടെങ്കിൽ പോലും ഈ റിസ്ക്കുള്ള മേഖലയാണ് എന്നിരുന്നാൽ പോലും അങ്ങനെയാണെങ്കിൽ നമ്മളൊരു വീണ്ടും ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റർ നോക്കണം. പലപ്പോഴും പുറത്തേക്ക് പോയാൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ പറയും, ഡോക്ടർ ഇത് എടുക്കേണ്ട ആവശ്യമുണ്ടോ, ടൈറ്ററാണോ നോക്കണം. അപ്പോൾ ഞങ്ങൾ പറയും, നിങ്ങൾ മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഫീൽഡിൽ പോകുന്നതാണ്, നേഴ്സായിട്ട് പോകുന്നവരുണ്ടോ, MBBS ഒക്കെ പഠിക്കാൻ പോകുന്നതാണ്, നിങ്ങൾ വീണ്ടും ഒരു ഡോസ് എടുക്കുന്നതല്ല, ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കുക. എടുത്തിട്ട് നിങ്ങൾ വീണ്ടും വേണം നിങ്ങൾക്ക് ടൈറ്റർ. കാരണം ഈ ആൻറ്റിബോഡീസ് ഉണ്ടായി വരാൻ സമയം എടുക്കും. ഡോസ് എടുത്തു കഴിഞ്ഞാലും ഉടനെ നോക്കിയാൽ കിട്ടുന്നില്ല. കാരണം പണ്ട് കൊച്ചിലെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നോക്കിയാൽ ടൈറ്റർ ചിലപ്പം കുറവായിരിക്കും. കാരണം അത് വർഷങ്ങൾക്ക് മുമ്പ് 10, 15, 20 വർഷം മുമ്പ് എടുത്ത ഡോസായിരിക്കും. അപ്പം ബെറ്റർ നമ്മൾ വീണ്ടും ഒരു 3 ഡോസ് എടുത്താലും കുഴപ്പമില്ല, ഫുൾ കോഴ്സ്. അതായത് ഇന്നെടുത്തു 0 ഡോസ് എടുത്തു, 1 മാസം കഴിഞ്ഞ് അടുത്ത ഡോസ് എടുത്തു, പിന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ അടുത്ത ഡോസ് എടുത്തു, അങ്ങനെ 3 ഡോസ് വീണ്ടും ഒന്നിന് എടുത്താൽ പോരും. നമ്മൾ പുറത്തേക്ക് നമ്മൾ ഒരു പഠനത്തിൽ പോകുന്നു, അല്ലെങ്കിൽ നേഴ്സിങ്ങിനൊക്കെ ആയിട്ട് പോകുന്നവർക്കാണെങ്കിൽ അത് അവരെ ഹെൽപ്പ് ചെയ്യും. കാരണം നല്ല ലെവലിൽ ആൻറ്റിബോഡി ലെവലുണ്ടാവും. അപ്പോൾ നമുക്കൊരു പ്രിക്ക് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല, കാരണം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പലപ്പോഴും ഒരു ഡോസ് വാക്സിൻ കൊണ്ട് ആവശ്യത്തിന് ആൻറ്റിബോഡി ഉണ്ടാവണമെന്നില്ല. നമ്മൾ പണ്ട് കൊച്ചിലെ എടുത്തു, വീണ്ടും ഒരു ബൂസ്റ്റർ ഡോസ് നമ്മളിപ്പോൾ എടുത്തു, അതുകൊണ്ട് ആവശ്യത്തിന് ആൻറ്റിബോഡീസ് ഉണ്ടാകുന്ന താമസമായതുകൊണ്ടാണ് 3 ഡോസ് വീണ്ടും നിങ്ങളുടെ റിപ്പീറ്റ് എടുക്കാൻ പറഞ്ഞത്. 0 ഡോസ് 1 മാസം കഴിഞ്ഞാൽ അടുത്ത ഡോസ്, സെക്കൻഡ് ഡോസ്, പിന്നെ 6 മാസം കഴിയുമ്പോൾ 3rd ഡോസ്. ഇതാകുമ്പോൾ വീണ്ടും ഒരു ഫുൾ കോഴ്സ് കംപ്ലീറ്റ് വാക്സിനേഷൻ ആകും ഹെപ്പറ്റൈറ്റിസ് ബിയുടെ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ നമ്മൾ കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി അസുഖം വരാതിരിക്കാനും, പിന്നീട് അത് പ്രോഗ്രസ് സിറോസിൽ പോകാതിരിക്കാനും, പിന്നെ നമ്മളൊരു ലിവർ ക്യാൻസറൊക്കെ വരാതെ നമ്മളെ സഹായിക്കും. അപ്പം നമ്മളെപ്പോഴും അപകടം ഒഴിവാക്കാനാണ് ഈ വാക്സിൻ നമ്മളെ സഹായിക്കുന്നത്. പിന്നെ നമ്മൾ നിരന്തരമായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്, ന്യൂമോണിയ അല്ലെങ്കിൽ COPD എന്നൊക്കെ ശ്വാസമുട്ടൽ രോഗം, അല്ലെങ്കിൽ നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ്, കിഡ്നി ഫെയിൽ വന്ന് ഡയാലിസിസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമുക്ക് ലിവർ പ്രശ്നമുള്ള CLD, ലിവർ ഡിസീസുകൾ, സിറോസ് പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികൾക്ക് നിരന്തരമായിട്ട്, അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസ് നിരന്തരമായിട്ട് ആശുപത്രിയിൽ എത്തണം, കീമോ എടുക്കണം, അല്ലെങ്കിൽ നിരന്തരമായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കണം, സ്ഥിരമായിട്ട് ബ്ലഡൊക്കെ കയറ്റണം. അങ്ങനെയൊക്കെ പേഷ്യൻസൊക്കെ ആകുമ്പോൾ നമ്മൾ അനീമിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് ഹീമറ്റോളിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ളവർക്ക് എപ്പോഴും പ്ലാസ്റ്റിക് അനീമിയ അല്ലെങ്കിൽ തലാസീമിയ
അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെയാണ് സിക്കിൾ സെൽ അനീമിയകളൊക്കെ നിരന്തരമായിട്ട് ഹോസ്പിറ്റലിൽ എത്തുകയും ബ്ലഡ് സ്വീകരിക്കുകയും ബ്ലഡ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നവരാകുമ്പം ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ എന്നുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള നിർബന്ധമായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കണം. ഒരു ക്രോണിക് ഇൽനെസ് ഉണ്ട്, സ്ഥിരമായിട്ട് ഹോസ്പിറ്റലൈസേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ നമുക്ക് വലിയ ചിലവേറിയ വാക്സിൻ അല്ല, സാധാരണ ഒരു വാക്സിനാണ്. അപ്പോൾ ലൈവ് വാക്സിൻ അല്ല, എപ്പം വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും, ഏത് അസുഖക്കാർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ സിംഗിൾ ഡോസ് എടുത്താൽ നമുക്ക് കുറച്ച് ആൻറ്റിബോഡീസ് കിട്ടും. നല്ല ലെവലിൽ ആൻറ്റിബോഡീസ് വേണമെങ്കിൽ ആ ഫുൾ കോഴ്സ് 3 ഡോസ് നമ്മൾ എടുക്കുന്നത് നല്ലത്. അത് പ്രായഭേദമന്യേ എടുക്കാം. കൊച്ചുകുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 0.5 ml എടുക്കുന്നുണ്ട്. അപ്പോൾ IMR ഇൻട്രാമസ്കുലർ ഡോസാണ് എടുക്കുന്നത്. വലിയവർക്കാണെങ്കിൽ 1 ml ഇൻട്രാമസ്കുലർ ഡോസായിട്ട് എടുക്കും. നമുക്ക് എവിടെയെങ്കിലും കൈയുടെ വരത്തേലെടുക്കാം, അല്ലെങ്കിൽ പട്ടക്സിന് വേണമെങ്കിലും എടുക്കാം. എവിടെ എടുത്താലും കുഴപ്പമില്ല. വലിയ സൈഡ് എഫക്റ്റോ അതിൻ്റെ റിയാക്ഷനോ അലർജിയോ എന്നുള്ള വാക്സിനല്ല. ഇപ്പം നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് പിള്ളേർക്കുള്ള ഡോസേ കിട്ടുള്ളൂ, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. അഡൾട്ട്സിനുള്ളതില്ല. ഇതിപ്പോൾ ഞാൻ സംസാരിക്കുന്ന കൂടുതൽ അഡൾട്ട് വാക്സിനെ പറ്റിയാണ്. അഡൾട്ട് വലിയവർക്ക് എടുക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി പറ്റിയാണ്. പിള്ളേർക്കുള്ളത് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ PSCകളിൽ കിട്ടും. പക്ഷേ നമുക്ക് പുറത്തേക്ക് പോകുന്നവർക്കും അല്ല മുതിർന്നവർക്കും എടുക്കണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പ്രൈവറ്റിൽ പോയിട്ട് പൈസ കൊടുത്ത് എടുക്കേണ്ടി വരും. ഗവൺമെൻറ് അത് ഫ്രീ ആയിട്ട് കിട്ടിയാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹെപ്പറ്റൈറ്റിസ് ബി രോഗം വരാതിരിക്കുന്നതാണെന്നുള്ള അതിനുവേണ്ടി വാക്സിൻ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. താങ്ക് യു.